ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോർച്ചുഗൽ തന്നെയാണ്, ലിസ്ബണിൽ. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഫ്രണ്ടിലുണ്ട്. ഇത് വലിയൊരു എന്താ താഴോട്ടൊരിതാണ്. അപ്പം നമ്മൾ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ എപ്പോൾ വീടുമെന്ന് ചോദിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി വരും. പിന്നെ ഇവിടുത്തെ ഈ സൈഡിലൊക്കെ ഉള്ള വാക്ക് വേ എന്ന് പറയുന്നത് ഭയങ്കര മെനുസോ, പെട്ടെന്ന് സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. ഇവിടെ കോഫി ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഇളക്കം രാവിലെ ആയിട്ട് തന്നെ. അടുത്തത് ക്യാപ്പച്ചീനോ. ഇവിടെ അടുത്ത കോഫി. ഇവിടെ ഓറഞ്ച് ജ്യൂസ്. അപ്പുന് ഐസ് ടീ. ഇവിടെ ചിക്കൻ സമൂസയുണ്ട്, ഹാം ആൻഡ് ചീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ട്, ക്രോസാൻ ഉണ്ട്. ഇത് ഹാം ആൻഡ് ചീസ് വന്നു, ടേസ്റ്റ് ഉണ്ട്. ജില്ലുവിന് ഹാം ആൻഡ് ചീസ് വന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഫുഡ് വലിയ മെച്ചമൊന്നുമില്ല, ഒന്നിനും അത്ര കൊള്ളത്തൊന്നുമില്ല. ഇവിടെ നല്ല റേറ്റ്, 4.4 റേറ്റിംഗും റിവ്യൂസൊക്കെ നല്ലതാണ്. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചിട്ട് അത്ര ടേസ്റ്റ് നേരത്തെ കഴിച്ചതനുസരിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ലിസ്ബണിലുള്ള ഒരു മെട്രോ സ്റ്റേഷൻ്റെ അകത്താണ് കയറിയത്. എല്ലാം കാണാൻ ഒരുപോലൊക്കെ തന്നെ. നല്ലൊരു ബിൽഡിംഗ് പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ആകെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്ന് കയറിയതാണ്. ബട്ട് കുഴപ്പമില്ല, ഒരു റെഡ് കളറിലെ ബിൽഡിംഗ് ഇത്. അച്ചച്ച എങ്ങനെയുണ്ട് അച്ചച്ച? ഏത് തിരിച്ചു കയറിയില്ല, നമ്മൾ ഇതിലല്ല വന്നേ. കൊച്ചു താഴെ പോരുത്. അവനിരിക്കുന്ന കണ്ടോ? അവനെന്തോ റോളർ കോസ്റ്ററിൽ മുകളിലോട്ട് കയറി പോകുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് ചെറിയ ഡൗൺ ടൗൺ ഇന്നലെ പോയ സ്ഥലത്ത് തന്നെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഓട്ടോറിക്ഷയിലായിരുന്നു പോയത്. അപ്പോൾ അതിന് പകരം ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ലിസ്ബണിൽ. അപ്പോൾ നമ്മൾ ചുമ്മാതെ ഒന്ന് റിലാക്സ് ചെയ്ത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മളിവിടെ ഡൗൺ ടൗണിലേക്ക് വീണ്ടും പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും റിക്ഷ ടുക് വണ്ടിയിൽ ഡൗൺ ടൗൺ എല്ലാം പോയി കണ്ടാണ്. പക്ഷേ എന്നാലും നമ്മൾ നടന്നൊന്ന് പോകാൻ വേണ്ടി ഇതാക്കി പോവാണ്. ജില്ല ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു ഈ കടയിൽ നിന്ന്. എങ്ങനെയുണ്ട്? പിസ്താഷ്യൂ, പിന്നെ എന്തുവായിരുന്നു? ചീസ് കേക്ക്. ഓക്കെ. ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇതിൽ കൂടെ. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മൊത്തം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ടുക്ടുക്കിൽ പോയപ്പം ഒരു പ്ലാസയുടെ കൊണ്ട് അത് ഭയങ്കര വൈബാണ്. നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയാണ് അവിടെ കുറേ ഷോപ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ കുറേ ഫുഡ് സ്റ്റോറും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഒരു പോഷ് ഏരിയയും കൂടെ അവിടെയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ താമസിക്കുന്ന ഒരു ഹോട്ടലൊക്കെ സ്വന്തമായിട്ട് റൂമുണ്ട് അവിടെ, വാങ്ങിയ റൂം. അപ്പം അത് കുറച്ചും ദൂരമുണ്ട്. പക്ഷേ കാണാൻ പറ്റുമെങ്കിൽ അതും കാണാൻ പറ്റുമെന്ന് നോക്കും ഞാൻ. ഇവിടുത്തെ ഒരു ചർച്ച് കണ്ട് ഞങ്ങൾ ഇറങ്ങി.
ചർച്ച് മദർ മേരിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചർച്ചാണ്. അപ്പം അത് നല്ലൊരു ചർച്ച, ഒരു ക്വയറ്റ് അന്തരീക്ഷം, നമുക്കൊരു റിലാക്സ് ചെയ്ത് വന്നിരുന്ന് ഒരു മെഡിറ്റേഷൻ രീതിയിലൊരു ചർച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞതിനും ഉണ്ടോ വാഹനങ്ങളുടെ ബഹള, ടുക്കും പിന്നെ സംഭവങ്ങളും. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അകലെ വരെ ഇതുവരെ കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏതാണ്ട് ഓട്ടോറിക്ഷ ഉണ്ട്. പിന്നെ നമ്മുടെ ടുക്ക് എന്ന് പറയുന്ന ഇത് ഓട്ടോറിക്ഷ. അപ്പം ഇവിടെ കൂടുതൽ എനിക്കൊന്ന് പെൺപിള്ളേരാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഉണ്ടോ. പിന്നെ അതിനിടയ്ക്ക് കൂടെ നമ്മുടെ ഇവിടുത്തെ അടിപൊളി മഞ്ഞ ബസ് ഇതാ പോകുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ മഞ്ഞ ബസ്. ഒരു ഐക്കോണിക് സംഭവമാണ് മഞ്ഞ ബസ് എന്ന് പറയുന്നത് ഇവിടുത്തെ. അതിൻ്റെ സുവനീറൊക്കെ ഇഷ്ടംപോലെ ഞങ്ങളും വാങ്ങിച്ചു. ഞങ്ങൾ ആക്ച്വലി മഞ്ഞ ട്രാമിൻ്റെ ഇതാണ് വാങ്ങിച്ചത്. ഇവിടുത്തെ ഒരു ഫേമസ് ട്രാം. നമ്മൾ ആക്ച്വലി അതിൻ്റെ അടുത്ത് കൂടെ പോകുന്നത്. ആ ട്രാമിൻ്റെ ഒരു ഫേമസ് ആയിട്ട് ഹിൽ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇന്നലെ അവർ പറഞ്ഞു, നിങ്ങൾ വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും, നിങ്ങൾ ട്രാമിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു. ട്രാം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് 2, 3, 4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും ട്രാം എടുക്കാൻ വേണ്ടി. എൻ്റെ പുറകിൽ കാണുന്നതാണ് മറ്റേ വാസ്കോ ഡ ഗാമയുടെ പടമുള്ള ആർച്ച്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ആൾക്കാരങ്ങ് ഒഴുകുകയാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. ഇവിടെ നേരെ നടക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ഇതുള്ളത്. നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ്. ജില്ല ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി ചെറുതൊരു കടയിൽ കയറി. അപ്പോൾ ഞാനും ഏട്ടും കൂടി ഇതാ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇല്ലടാ അമ്മ വന്നില്ലടാ, ഷോപ്പിങ്ങിലാടാ, നമ്മൾ രണ്ടുപേരും പുറത്താടാ. നിനക്കും വേണോ ഷൂ? Who is that? Who is that? Is it Superman? Superman! Superman! Oh yeah! Rise above it, so when life is life and trouble's troubling, issues pile up. Remember my friend. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് സാറയുടെ സെക്കൻഡ് ലാർജസ്റ്റ് കടയിലേക്കാണ്. ഇതാണ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ളത്. അത് നമ്മുടെ പോർച്ചുഗലിലാണ്, ലിസ്ബണിൽ. നമുക്ക് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഷോപ്പിംഗ് അവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റോർ ഇൻ സാറ. ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ഇതാണെന്നേ തോന്നുള്ളൂ. പക്ഷെ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ഇത് മൊത്തം സാറാസിൻ്റെയാണ്. ഇതാണ് സെക്കൻഡ് ലാർജസ്റ്റ് സാറാസ് ഇൻ ദ വേൾഡ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇതൊന്ന് പണ്ടത്തെ കാലത്ത് തുണി കീറി വെച്ചിട്ടുണ്ടല്ലോ. അതാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്തുകൊണ്ടാണ് വലുതായെന്ന്. ഒരു 5-6 തുണി ഇവിടെ ഇടും, പിന്നെ ഒരു 5-6 തുണി ഒരു മൈലും അങ്ങോട്ട് മാറ്റിയിടും. അതുകൊണ്ടാണ് ഇത് വലുതായത്. നമ്മളിന് സബ് ചെക്കൗട്ടാണ്. ആദ്യം നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യാൻ പോവുക. അത് സെലക്ട് ചെയ്തു എന്നിട്ട് ഇത് ജസ്റ്റ് ഇവിടെ വെച്ചാൽ മതി. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് പിക്കപ്പ് ചെയ്തു. 17 euros 2 എണ്ണത്തിന്. അത് നമ്മൾ പേ ചെയ്യാം.
there's so many ways to count your blessings. അങ്ങനെ ഇവിടുത്തെ ഒരു സ്റ്റാർബക്സ് കാണാൻ വേണ്ടി വന്നു. ഇവിടെ ഒരു വലിയ സ്റ്റാർബക്സ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയ സ്റ്റാർബക്സ് ഒന്നുമല്ല. ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് ഇവിടുത്തെ ഒരു വലിയ സ്റ്റാർബക്സാണ്. പക്ഷേ മേ ബി ഇവിടുത്തെ വലിയ സ്റ്റാർബക്സ് ആയിരിക്കും. പക്ഷേ സ്റ്റാർബക്സ് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ ഉള്ളതൊക്കെ വേറെ കടകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റിലൂടെ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അവസാന ദിവസത്തിൻ്റെ ഇതിൽ എന്താണ് നാളെ നമ്മൾ ട്രാവലിംഗ് അല്ലേ, നമ്മൾ മെഡ്രിഡിലോട്ട് പോവാം. നാളെ ഞങ്ങൾ നേരെ മെഡ്രിഡിലേക്ക് പോകും. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു സാധനം. ദാറ്റ് ഈസ് നൈസ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ സംഭവങ്ങളാണ് കാണുന്നത്. ദ ഫാന്റാസ്റ്റിക് വേൾഡ് ഓഫ് ദ പോർച്ചുഗീസ് സർഡീൻ. എടി മത്തിയുടെ കടയാന്ന് തോന്നുന്നു. ഞാൻ വെച്ച് കസീനോടെ ഞാനാണ് വെച്ചത്. പക്ഷെ മത്തി വിൽക്കുന്ന കടയാണ്. ഇതിനകത്ത് മൊത്തം മത്തി, നമ്മുടെ ടൂണ പാക്കറ്റൊക്കെ പോലെ കിട്ടുന്ന മത്തിയത് മൊത്തം. അങ്ങനെ ഞങ്ങൾ മത്തിക്കട കണ്ടിരിക്കുകയാണ്. ഇതാണ് മത്തി. 1990 മത്തി ഇതിനകത്ത് വെച്ചത്. 1920-30 പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് ഗോൾഡ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് മത്തി. 1927, 1928, 1929 പാക്ക് ചെയ്ത മത്തിയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഹെൻറി ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിമാഡി 40 hours, യൂണിവേഴ്സിറ്റി 40 hours, മെർലിനോ ഫീൽ കാസ്റ്റർ. നമ്മുടെ അവിടത്തേക്കാണല്ലോ, ഹെൻറി ഫോർഡിനെ കുറിച്ചൊക്കെയാണല്ലോ എഴുതിയിരിക്കുന്നത്. 1926 പല ആൾക്കാരുടെ പേരുകളൊക്കെ ഉണ്ട്. ഹെൻറി ഫോർഡ്, ജാസ് സിംഗർ, പുതിയ മൂവിനെ പറ്റി അലക്സാണ്ടർ ഫ്ലെമിങ്, ക്രാഷ് ഓഫ് ദ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എനിക്ക് ഓരോ വർഷം വെച്ചിട്ട് അവർ ഓരോരുത്തരുടെ ഇത് വെച്ചിരിക്കുന്നു തോന്നുന്നു. അങ്ങനെ മത്തിയുടെ കടയും കണ്ടു. അടിപൊളി. എനിക്കൊന്നും അവരെല്ലാം ഇറങ്ങിപ്പോയിരുന്നു, ഞാൻ മാത്രം ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഞാനവിടെ നിങ്ങളെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മത്തി വിൽക്കുന്ന കടയാ? മത്തി വെക്കുന്ന കട അല്ല, ഞാൻ കണ്ടുപിടി. ഞാൻ വിചാരിച്ചൊരു പാലസ്. ഇത്രയും ഭംഗിയുള്ള മത്തി വിൽക്കുന്ന കട ഞാൻ ആദ്യമായിട്ട് കണ്ടില്ല. സോ ഇവിടെ ഫേമസ് ഒരു എലിവേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ കൊണ്ട് മുകളിൽ പോയി വലിയ വ്യൂ കാണിച്ച് തിരിച്ചു വരുന്നത്. ആ എലിവേറ്ററാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ക്യൂ ആണ്. ഇതിൻ്റെ ക്യൂ അവർ പറഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുക ക്യൂവിൽ നിന്ന് നമുക്ക് പോകണമെങ്കിൽ. അതാണ് ഈ എലിവേറ്റർ. ഇവിടുത്തെ ഒരു ഫേമസ് എലിവേറ്ററാണ്. മണ്ടയിൽ പോയിട്ട് അത് കാണാൻ വേണ്ടി നമ്മൾ ഓൾറെഡി നല്ല വ്യൂ അവർ കൊണ്ടുപോയി കാണിച്ച്, ഏറ്റവും ടോപ്പിലുള്ള, ഇതിലും വലിയ ടോപ്പിലുള്ള വ്യൂ ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിനകത്ത് വെറുതെ സമയവും കളഞ്ഞ് പൈസയും കളഞ്ഞ് കയറേണ്ട ഒരു കാര്യമില്ല. ടോപ്പ് ഓഫ് ദ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ പോയി കഴിഞ്ഞാൽ ഇത് കാണാവുന്നേ ഉള്ളൂ. സോ ട്രാമും അതേപോലെ തന്നെ ഈ ടോപ്പ് ഓഫ് ദ ഈ ഇതിനകത്ത് കയറുന്ന എലിവേറ്ററും കയറുന്നതും സത്യം പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇപ്പോൾ ടൈം കുറേ ഉണ്ട്. നിങ്ങൾ 5-6 ദിവസം കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു ദിവസം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ട്രാമിലും ഇതിലൂടെ കയറി കഴിയുമ്പോൾ തന്നെ ഒരു ഉച്ച അല്ലെങ്കിൽ ഈ 2 മണി 3 മണി രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ, അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ രാത്രി ഈവനിങ് 8:30-9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ട്രാമിലോട്ട് വരികയാണെങ്കിൽ ആക്ച്വലി പെട്ടെന്ന് കയറാം. കാരണം തിരക്ക് കുറവായിരിക്കും. അല്ലെങ്കിൽ ഉള്ള ക്യൂ ഒരു 1-1.5 ക്യൂ ആണ്. അത് ഒരു സ്ട്രീറ്റ് മുതൽ ഒരു 2-3 സ്ട്രീറ്റ് അപ്പുറം വരെയാണ് അതിൻ്റെ ക്യൂ നിൽക്കുന്നത്. അപ്പം അത് വേണമെങ്കിൽ ചിന്തിക്കാം. ഈവനിങ് 9 മണി കഴിഞ്ഞിട്ട് 9 മണി കഴിഞ്ഞാണെങ്കിൽ ചിലപ്പം ഇതുണ്ടാവും നിങ്ങൾക്ക് കിടന്ന് അത്ര അത്യാവശ്യമാണെങ്കിൽ. അല്ലെങ്കിൽ ഹയർ സ്പോട്ടിലോട്ട് റിക്ഷ വിളിച്ചങ്ങ് പോയാൽ മതി, അല്ലെങ്കിൽ നടന്ന് കയറിയാൽ. ആരാണ് പുതിയ എന്തോ സാധനം വാങ്ങിയത്? എന്താണ് വാങ്ങിയത്? കവറപ്പോ? Good, like I'm walking on sunshine and there's nothing that can bring me down. Real good, like joy came in the morning and the birds are singing sweeter sounds. The sun set me free if I just believe.
ഇതിൽ ഈ മുകളിൽ കാണുന്ന പിക്ചറിൽ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് നമ്മുടെ വാസ്കോഡ ഗാമയും അതിൻ്റെ പിന്നെ വേറൊരു നാവിഗേറ്ററുമാണ് അതിൻ്റെ അപ്പുറത്ത്. അതിന് നടുക്ക് നിൽക്കുന്നതാണ് ഇവിടുത്തെ കിങ് വരുവാണ് നാവിഗേറ്റർ ആയതുകൊണ്ട് അവർക്ക് എന്താ പറയുക, ഒരു ക്രൗൺ വയ്ക്കുന്നതിൻ്റെയാണ് ഈ സൈൻ. ഇത് പണ്ടത്തെ റോയൽ പാലസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ അതിനെ ഒരു അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് ആയിട്ട് യൂസ് ചെയ്യുകയാണ്. എവിടെയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് കയറി. അടിപൊളി വൈബാണ്, നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഉള്ള ഇതാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനൊരു പോർച്ചുഗീസ് സ്റ്റൈൽ ഫ്രൈഡ് സ്റ്റേക്ക് എന്നുള്ള സംഭവം ഓർഡർ ചെയ്തത്. പിന്നെ ജില്ലു കോഡ് ഫിഷ് പോർച്ചുഗീസ് സ്റ്റൈല്, പിന്നെ ഗ്രിൽ എബ്രാസ്കിൻ പോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രിങ്കായിട്ട് ഇവരുടെ ഒരു ഡ്രിങ്കുണ്ട്, ആപ്രിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞൊരു ഡ്രിങ്ക്, പക്ഷേ ഇറ്റാലിയൻ ഡ്രിങ്കാണ് ഇവിടെ യൂഷ്വലി കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഞങ്ങൾ കോഡ് ഫിഷിൻ്റെ ഒരു ഫ്രിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിക്കൻ വിങ്സ് വിത്ത് പെറി സോ ഹോട്ട്, അങ്ങനെയല്ല ഹോട്ട് സോസ്. അപ്പം പെറി അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇതെല്ലാം വന്നു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ എല്ലാവരും ഡ്രിങ്ക് വന്നു. എവിടെയാണ് മാർട്ടിനി വന്നിരിക്കുന്നത്? അങ്ങനെ ഐ ഡോണ്ട് ലൈക്ക് മാർട്ടിനി, ബട്ട് കാണാൻ രസമുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഹൈസ്റ്റി, പിന്നെ കൊലാഡ, പിന്നെ മൊഹിറ്റോ, ഇത് ഏഡൻ്റെ മിൽക്ക് എല്ലാം വന്നു. ബ്ലഡി മേരി വന്നു. അങ്ങനെ ഫുഡെല്ലാം വന്നിരിക്കുകയാണ്. വിങ്സ്, ഫിഷ്, അവിടെ ഞങ്ങളുടെ എല്ലാം സെയിം തന്നെയാണ്. അപ്പം അതെല്ലാം ഇനി കഴിക്കാൻ പോവുകയാണ്. Issues pile up.